ലോകമൊടുവിൽ ആ സത്യം തിരിച്ചറിയുകയാണ്. റഷ്യയോ ചൈനയോ അമേരിക്കയോ അല്ല, നാളെ ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ഏഷ്യയുടെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഒരേയൊരു മഹാശക്തിയാണ്. അത് നമ്മുടെ ഇന്ത്യയാണ്. ആധുനിക ചരിത്രത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത, ലോകം പോലും വിറച്ചു പോകുന്ന ഒരു നീക്കത്തിനാണ് ഇപ്പോൾ കളം ഒരുങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഇരുന്ന് ഒരു ചുവട് വയ്ക്കുമ്പോൾ അത് വിറപ്പിക്കുന്നത് സാക്ഷാൽ ചൈനയാണ്, പാകിസ്ഥാനെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പ്രതിരോധ രംഗത്ത് ഇന്ത്യ നടത്തുന്ന കുതിപ്പുകൾ കണ്ട ലോകരാജ്യങ്ങൾ വാടച്ചു നിൽക്കുകയാണ്. മോദിയുടെ ഓരോ വിദേശ യാത്രയ്ക്ക് പിന്നിൽ വൻകരകളെ തന്നെ പിടിച്ചു കുലുക്കുന്ന തന്ത്രങ്ങളുണ്ട്. എന്നാൽ ഇത്തവണ കളിയുടെ സ്വഭാവം തന്നെ മാറുകയാണ്. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ച ജപ്പാൻ ഇന്ത്യയുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ജപ്പാന്റെ അഭിമാനമായ ആകാശത്തെ ഉറപ്പിക്കുന്ന F-2 പോർ വിമാനങ്ങൾ ആദ്യമായി നമ്മുടെ ഇന്ത്യയിലേക്ക് പറന്നിറങ്ങാൻ വരുന്നു. കേവലം ഒരു സൗഹൃദ സന്ദർശനമല്ല ഇത്. ഇന്തോ പസഫിക് സമുദ്രത്തിൽ ആരുടെ വാക്കാണ് നടപ്പാക്കുക എന്ന ലോകത്തിനു മുന്നിൽ കൊട്ടിഘോഷിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ചൈനീസ് മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും ഇതിനകം വിറളി പൂണ്ടു കഴിഞ്ഞു. ഇന്ത്യയും ജപ്പാനും കൈകോർത്താൽ തങ്ങളുടെ സാമ്രാജ്യത്വ മോഹങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന് അവർക്ക് നന്നായി അറിയാം. എങ്കിലും ആ ഭീഷണികളെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ പരമാധികാരത്തിന് മുന്നിൽ ലോകം തലകുനിക്കുന്ന ചരിത്ര നിമിഷങ്ങൾക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ചൈനയെ വിറപ്പിച്ചുകൊണ്ട് മോദി നടപ്പിലാക്കുന്ന മാസ്റ്റർ പ്ലാൻ എന്താണ്? ഈ കൂട്ടുകെട്ട് എങ്ങനെയാണ് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വിദേശ യാത്രയ്ക്ക് പിന്നിൽ രാജ്യത്തിന്റെ സുരക്ഷയെയും സൗഹൃദങ്ങളെയും അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്ന വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും പുതിയതും ചരിത്രപരവുമായ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ത്യയും ജപ്പാനും തമ്മിൽ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന പ്രതിരോധ സഹകരണം. ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ജപ്പാനീസ് വ്യോമസേനയുടെ കരുത്തുറ്റ F-2 പോർ വിമാനങ്ങൾ ആദ്യമായി ഇന്ത്യയിലേക്ക് പറന്നിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അതിവേഗം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ജപ്പാൻ എയർ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ F-2 പോർ വിമാനങ്ങൾ നമ്മുടെ മണ്ണിൽ വിന്യസിക്കാൻ പദ്ധതി തയ്യാറായി കഴിഞ്ഞു. സംയുക്ത വ്യോമസേന അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി ഈ പോർ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കാൻ ജപ്പാൻ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുകയാണ്. ജപ്പാനീസ് പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമി ആഗസ്റ്റ് മധ്യത്തോടെ നടത്തുന്ന ഇന്ത്യ സന്ദർശന വേളയിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളിൽ ഈ പോർ വിമാന വിന്യാസവും സൈനിക അഭ്യാസവും സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2023 ജപ്പാനിൽ വെച്ച് ഇരു രാജ്യങ്ങളും പോർവിമാന അഭ്യാസം വിജയകരമായി സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും ജപ്പാനീസ് വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഇത് കേവലം ഒരു സൈനിക പരിശീലനം മാത്രമല്ല, മറിച്ച് ഏഷ്യൻ ശക്തികളുടെ വൻ മുന്നേറ്റമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. ഇന്തോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടുത്ത സൈനിക സാന്നിധ്യവും കടന്നുകയറ്റവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ഈ കൂട്ടുകെട്ട് കൂടുതൽ ആഴത്തിലുള്ളതാകുന്നത്. അമേരിക്കൻ നിർമ്മിത F-60 പോർ വിമാനങ്ങളെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചെടുത്ത F-2 വിമാനങ്ങളുടെ വിന്യാസത്തിലൂടെ ഈ മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സന്ദേശം നൽകാനാണ് ടോക്കിയോ ലക്ഷ്യമിടുന്നത്. നരേന്ദ്രമോദിയുടെ ശക്തമായ നയതന്ത്ര വിജയങ്ങളുടെ ഫലമായിട്ടാണ് ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം ഇത്രയും ശക്തമായി നിലയുറപ്പിക്കാൻ തയ്യാറാകുന്നത്. സാമ്പത്തിക രംഗത്തും സാങ്കേതിക രംഗത്തും ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ജപ്പാൻ ഇന്ത്യയുമായുള്ള പ്രതിരോധ പങ്കാളിത്തത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നു എന്നത് മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ പൊൻതൂവലാണ്. മാരകായുധങ്ങളുടെ കയറ്റുമതിയിൽ മുൻപുണ്ടായിരുന്ന കർശനമായ വിലക്കുകളിൽ വലിയ തോതിൽ അയവ് വരുത്തിയാണ് ജപ്പാൻ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയ്ക്കായി അത്യാധുനിക യൂണിക്കോൺ കമ്മ്യൂണിക്കേഷൻ ആന്റിന സംവിധാനങ്ങൾ കൈമാറുന്നതടക്കമുള്ള പ്രതിരോധ സാങ്കേതിക പങ്കാളിത്തവും ഇപ്പോൾ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ തന്നെ ജപ്പാനെ പോലെയുള്ള കരുത്തരായ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ നമ്മുടെ സൈനിക ശേഷി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ജപ്പാൻ ബന്ധം ഇത്രയധികം ദൃഢമാകുന്നതിലും പോർ വിമാനങ്ങൾ ഇന്ത്യയിൽ വിന്യസിക്കുന്നതിലും ശക്തമായ ആശങ്കയും എതിർപ്പുമായി ചൈനീസ് മാധ്യമങ്ങളും നിരീക്ഷകരും ഇതിനകം തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. മേഖലയിൽ തങ്ങളെ പ്രതിരോധിക്കാനും സാമ്രാജ്യത്വ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും
പരീക്ഷിക്കാനുമാണ് ജപ്പാൻ ശ്രമിക്കുന്നതെന്നും ഇത്തരം കൂട്ടുകെട്ടുകളുടെ ഭാഗമായി ചൈനയ്ക്കെതിരായ പോരാട്ടത്തിലെ മുൻനിരക്കാരായി മാറുന്നതിൽ നിന്ന് ഇന്ത്യ ജാഗ്രത പാലിക്കണമെന്നുമാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങളുടെ വാദം. എന്നാൽ ചൈനയുടെ ഇത്തരം ഭീഷണികളെയും അസൂയയും എല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഇന്ത്യയും ജപ്പാനും തങ്ങളുടെ പരമാധികാരവും ഇന്തോ പസഫിക്കിലെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാനുള്ള പാതയിലാണ്. പ്രതിരോധ വിതരണ ശൃംഖലകളും സൈനിക വിവരണ ശേഖരണവും ശക്തമാക്കുകയാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാന ലക്ഷ്യം. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള വിദേശകാര്യ നയങ്ങളും ശക്തമായ തീരുമാനങ്ങളുമാണ് ഇന്ന് ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ നിർണായക ശക്തിയാക്കി മാറ്റിയിരിക്കുന്നത്. ജപ്പാനുമായി ചേർന്ന് ഇന്ത്യ നടത്തുന്ന ഈ പുതിയ ചരിത്ര നീക്കം വരും നാളുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പാകിസ്ഥാനും ചൈനയ്ക്കും ഇത് ഉറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കുന്ന ചരിത്ര നിമിഷമാണ്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഈ വൻ പ്രതിരോധ കൂട്ടുകെട്ട് കണ്ട അപ്പുറത്ത് പാകിസ്ഥാനും ചൈനയും എന്ത് ചെയ്യണമെന്നറിയാതെ വിറളി പൂണ്ട് നിൽക്കുകയാണ്. സാധാരണയായി ഇന്ത്യക്കെതിരെ എന്ത് നീക്കമുണ്ടായാലും ഒന്നിച്ചു നിന്ന് കുതന്ത്രങ്ങൾ മെനയുന്ന ഈ സഖ്യത്തിന് ഇപ്പോൾ അടി തെറ്റിയിരിക്കുകയാണ്. ജപ്പാന്റെ F-2 പോർവിമാനങ്ങൾ ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നതും അത്യാധുനിക യൂണിക്കോൺ ആന്റിന സംവിധാനങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നതും ചൈനയുടെ നെഞ്ചത്താണ് തീ കോരിയിടുന്നത്. ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങളുടെ ഏകാധിപത്യം സ്ഥാപിക്കാം എന്ന് കരുതിയ ചൈനയ്ക്ക് മേൽ പ്രഹരമേൽപ്പിക്കാൻ മോദി മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുമ്പോൾ പാകിസ്ഥാൻ ഇതിൽ എന്ത് ചെയ്യണമെന്നോർത്ത് ആശങ്കപ്പെടുക മാത്രമാണ് വഴി. സാമ്പത്തികമായി തകർന്ന തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാന് ഇനി സൈനികമായി വലിയ നീക്കങ്ങൾക്ക് ശക്തിയില്ലെങ്കിലും ചൈനയുടെ കയ്യിലെ പാവകളായി നിന്ന് എന്തെങ്കിലും സൈനിക പ്രകോപനങ്ങളോ അതിർത്തിയിൽ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചേക്കാം. എന്നാൽ കരയിലും കടലിലും അതിശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്ന ഇന്ത്യക്ക് പിന്നിൽ ഇവരുടെ ഒരടവും വിലപ്പോവില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. ഇനി ഈ ശത്രുക്കൾ എന്തൊക്കെ പുതിയ അടവുകളാണ് ഇറക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. സൈനികമായ പ്രകോപനങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടാനും മാധ്യമങ്ങൾ വഴി ഈ സഖ്യത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള അവസാന അടവുകളായിരിക്കും ഇനി ചൈനയും കൂട്ടാളികളും പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെയെല്ലാം അകന്നു മാറ്റി മുന്നേറുന്ന ഇന്ത്യയുടെ ഈ തന്ത്രപരമായ മുന്നേറ്റം വെറുമൊരു തുടക്കം മാത്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ സായുധ സേനയായി മാറിയിരിക്കുന്ന ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ വാങ്ങുന്ന ഒരു രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു മഹാശക്തിയായി വളർന്നിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിലൂടെ നമ്മുടെ സൈന്യം സ്വയം പര്യാപ്തത കൈവരിച്ചപ്പോൾ അത് വിദേശ രാജ്യങ്ങളെ പോലും വിസ്മയിപ്പിച്ചു. ഇന്ന് ജപ്പാനെ പോലെയുള്ള സാങ്കേതിക വിദ്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇന്ത്യയുമായി കൈകോർക്കാൻ തയ്യാറാകുന്നു എന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ ആഴം തന്നെ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയല്ലേ. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. ആയുധങ്ങളോ സാങ്കേതിക വിദ്യയോ എന്തുമാകട്ടെ, ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഒരു മടിയും കൂടാതെ കൈകോർക്കാൻ ഇന്ന് വൻകിട രാജ്യങ്ങൾ പോലും തയ്യാറാണ്. കാരണം സാമ്പത്തികമായും തന്ത്രപരമായും ലോകം ഉറ്റുനോക്കുന്ന ഒരേയൊരു നിർണായക ശക്തിയായി നമ്മുടെ രാജ്യം ഇന്ന് വളർന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നയതന്ത്ര നിലപാടുകളും ഇന്ത്യയുടെ അതിവേഗം വളരുന്ന പ്രതിരോധ കരുത്തുമാണ് ഇന്ന് മറ്റു രാജ്യങ്ങളെ കൊണ്ട് ആദരവോടെ ഈ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഈ സമാനതകളില്ലാത്ത വളർച്ചയും കരുത്തും തന്നെയാണ് വരും കാലങ്ങളിൽ ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയെ മുൻനിരയിൽ നിർത്തുന്നത്. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തവും തന്ത്രപരവുമായ കൂട്ടുകെട്ടുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. എന്തായാലും സാമ്പത്തിക പ്രതിരോധ നയതന്ത്ര മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം വരും തലമുറയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൂടുതൽ കരുത്ത് പകരുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഓരോ ചുവടുവെപ്പും രാജ്യത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുകയാണ്. എന്നാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇനിയും എന്തുമാത്രം വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചരിത്രപരമായ മുന്നേറ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.